ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ഫാബ്രിക്കുകൾ അവൈലബിൾ ആണല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ കുറച്ച് ഫാബ്രിക്കിനെ കുറിച്ചും അതിൻ്റെ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മാർക്കറ്റിൽ വരുന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ, അതൊക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ഒരു പ്രൈസ് ഒരിക്കലും ഫിക്സഡ് അല്ല കേട്ടോ. ഏകദേശ കണക്കാണ് പറയുന്നത്. ഓരോ ഫാബ്രിക്കിനും വ്യത്യസ്തമായിരിക്കും. ഇനി ഒരു ഫാബ്രിക്കിന് തന്നെ പല കടകളിലും പല റേറ്റ് ആയിരിക്കും വരുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ചോയ്സ് ആണല്ലോ. അപ്പോൾ അവർ എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ഞാൻ വാങ്ങിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മിനിമം എത്രയൊക്കെയാണ് വരുന്നത് അങ്ങനത്തെ ഒരു ഏകദേശ കണക്കാണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ ഉള്ളതല്ല, റീറ്റെയിൽഡായിട്ട് നമ്മൾ 1 മീറ്റർ 2 മീറ്റർ തുണി കട്ട് ചെയ്ത് വാങ്ങിക്കൂലേ, അപ്പോൾ നമുക്ക് വരുന്നൊരു റേറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് പോകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഉണ്ടായിരിക്കൂലേ. ആ ഒരു ഫാബ്രിക് കൊണ്ട് തയ്ച്ചെടുക്കുന്ന ഏതൊരു ഡ്രസ്സും നമുക്ക് ഭയങ്കര കംഫർട്ട് നൽകുന്നതായിരിക്കൂലേ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫാബ്രിക് എന്ന് നിങ്ങൾ കമൻസും കൂടി ആയിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോട്ടൻ്റെ ഫാബ്രിക്കും നാച്ചുറൽ ആൻഡ് ബ്രീത്തബിൾ ഫാബ്രിക്കാണ്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടണിൽ തന്നെ പല വെറൈറ്റികളും വരുന്നുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. കാന്ത കോട്ടൺ, കാംബ്രിക് കോട്ടൺ, അതുപോലെ തന്നെ ജയ്പൂർ കോട്ടൺ. ഇതെല്ലാം അതിൽ വരുന്ന ഡിസൈൻ അനുസരിച്ച് പേരിൽ വ്യത്യാസം വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 110 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു റേറ്റാണ് കേട്ടോ ഈ പറയുന്നത്. ഹോൾസെയിലായിട്ട് റേറ്റ് ഇതിലും കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. 110, 120, 140 അതുപോലെ തന്നെ 350 രൂപ വരെ വരുന്ന ഫാബ്രിക്കുകളും കോട്ടണിൽ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേക്കിങ്ങിനും ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് ഈ ഒരു പ്രൈസിൽ വ്യത്യാസം വരുന്നതാണ്. ലിനൻ ഫാബ്രിക് നല്ല ബ്രീത്തബിൾ ആൻഡ് കംഫർട്ടബിൾ ഒരു മെറ്റീരിയലാണ്. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു പരുപരുക്ക ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ ലിനന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് വെച്ചാൽ, നമുക്ക് അതിൽ വരുന്നൊരു വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ് ഞാൻ ലിനന് മനസ്സിലാക്കൽ. ലിനന് അത്യാവശ്യം റേറ്റ് വരുന്നൊരു മെറ്റീരിയലാണ്. മീറ്ററിന് 300, 350 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ 550 ഈ ഒരു റേറ്റിലൊക്കെയാണ് ലിനന് നമുക്ക് മീറ്ററിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ്നെസ്സും തിക്നെസ്സും ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്ലെയിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻറ്റഡ് വേർഷനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റഡൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കും സ്കേർട്ടൊക്കെ തയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ജിൽബാബൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ക്രേപ്പ്. നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ബ്രീത്തബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്കിത് ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് യൂസ് ചെയ്യണമെന്നില്ല. ഈ ഒരു ക്രേപ്പിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലെയിന് നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. അത് തന്നെ 40 മുതൽ 60 രൂപ വരെ വരുന്നുണ്ട് കേട്ടോ റേറ്റ്. അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇത് മാറ്റം വരും. ജിൽബാബിന് വേണ്ടിയിട്ട് വരുന്ന ഈ ഒരു ക്രേപ്പിന് മീറ്റർ റേറ്റ് 48 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ കൂടിയതും ഉണ്ട്. പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പം ഇതിൽ കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ക്രേപ്പിൽ തന്നെ നല്ല പ്രീമിയം മെറ്റീരിയലും വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഡിസൈനും വർക്കോട് കൂടി വരുന്ന ഈ ഒരു ഫാബ്രിക്കിന് 200 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കഫ്താൻ അതുപോലുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. റയോൺ മെറ്റീരിയൽ നല്ല സോഫ്റ്റ്നെസ്സും തിക്നെസ്സും ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് നൈറ്റി അതുപോലെ തന്നെ കുർത്തീസ് ഫ്രോക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. റയോണിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 140 രൂപയാണ് സ്റ്റാർട്ടിങ്. 180, 210 ഈ ഒരു റേറ്റുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ചും അതുപോലെ തന്നെ ചില ഷോപ്പുകളിലൊക്കെ ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരാറുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ റയോൺ എന്ന് പറയുന്നത്.
ഹെക്കോബ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഹെക്കോബ. ഇത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഡ്രസ്സ് ധരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കോട്ടണിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹോൾസ് ഉള്ളൊരു മെറ്റീരിയൽ ആയിട്ടാണ് അത് പ്രത്യേകം ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെക്കോബ മെറ്റീരിയലിന് നല്ല റേറ്റും വരുന്നുണ്ട്. ഈ ഒരു ഹോൾസ് ഉള്ളത് കാരണം തന്നെ ഇതിൽ ലൈനിങ് മസ്റ്റായിട്ട് വേണ്ട ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ആ ലൈനിങ് കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുക. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെ നമുക്കിതിന് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 200 രൂപയാണ് സ്റ്റാർട്ടിങ്. 200, 300, 400 വരെയൊക്കെ ഈ ഒരു ഹെക്കോബ ഡിസൈൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്കും അതുപോലെ തന്നെ ആ ഒരു കട്ട് വർക്കിനൊക്കെ അനുസരിച്ചായിരിക്കും ഈ ഒരു മീറ്റർ പ്രൈസ് വ്യത്യാസം വരുന്നത്. ഹെക്കോബയിൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ഫാബ്രിക് കൂടെ വരുന്നുണ്ട്. മറ്റേത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. ഇത് നമുക്കിതുപോലെ പ്രിൻറ്റിൽ വരുന്ന ഹെക്കോബയും ഉണ്ട് കേട്ടോ. ഇതിനും നമുക്ക് ലൈനിങ് ആവശ്യമാണ്. നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കും വലിയവർക്ക് കുർത്തയും അതുപോലെ ജീൻസിലേക്കുള്ള ഷർട്ട് ഇതൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ മീറ്റർ പ്രൈസും 200 മുതൽ 400 രൂപയൊക്കെ വരുന്ന ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ടിഷ്യൂ ഫാബ്രിക് ഒരു ഡ്രൈ ടൈപ്പ് ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ നമുക്കിതിന് ലൈനിങ് യൂസ് ചെയ്യേണ്ടി വരും. പിടിച്ചാലൊരു ഒതുങ്ങാത്ത ടൈപ്പ് ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 120 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് പാർട്ടി വെയർ ഡ്രസ്സസൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. സ്പേസ് സിൽക്ക് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയി ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക്കാണ്. നമുക്ക് പിടിച്ചാൽ കയ്യിൽ ഒതുങ്ങാത്തൊരു ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഡബിൾ ഷെയ്ഡൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ ഗ്ലേസിങ് ഇങ്ങനെ വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ പ്ലെയിനും വരുന്നുണ്ട്, വർക്ക്ഡ് മെറ്റീരിയലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ പ്ലെയിനിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 120 രൂപ മുതലാണ്. വർക്കിന് പിന്നെ വർക്കിൻ്റെ ആ ഒരു ഇതനുസരിച്ച് റേറ്റ് കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു ഫാബ്രിക്കും കൂടിയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ. സാറ്റിൻ അത്യാവശ്യം നല്ല തിക്നെസ്സും ഗ്ലോയിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ്നെസ്സാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇത് നമുക്ക് ലൈനിങ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഫ്രോക്ക് തയ്ക്കാനും ഗൗൺ തയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. സാറ്റിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 90 മുതലാണ് സ്റ്റാർട്ടിങ്. പ്രീമിയം സാറ്റിനനുസരിച്ച് റേറ്റ് കൂടുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ തയ്ക്കാൻ ആപ്റ്റായിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈനിങ് യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. വെൽവെറ്റിനെ അറിയാത്തവർ ആരും ഉണ്ടാവില്ലല്ലേ. വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ നല്ല തിക്നെസ്സും സോഫ്റ്റ്നെസ്സും ഉള്ളൊരു മെറ്റീരിയലാണ്. തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമുക്ക് റോയൽ ലുക്ക് തരുന്നൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 200 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് കുറച്ചൊരു വലിയുന്ന ടൈപ്പ് ക്ലോത്താണ്. ഇത് വെച്ചിട്ട് ഔട്ട്ഫിറ്റൊക്കെ തയ്ച്ചെടുക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിന് ലൈനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഒരു ബ്രൊക്കേഡിൻ്റെ ഫാബ്രിക്. അത്യാവശ്യം നല്ല വുവൺ വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ്. കുറച്ച് ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത്രത്തോളം നമുക്ക് സോഫ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ടും അതുപോലെ തന്നെ സാരിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാബ്രിക്കാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 150 രൂപ മുതലൊക്കെ മീറ്ററിന് വരുന്നുണ്ട് കേട്ടോ. ഇനി പ്രീമിയം ക്വാളിറ്റിക്കൊക്കെ അതിലും വില കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ലൈനിങ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ട് വർക്കോട് കൂടി വരുന്നൊരു ഫാബ്രിക്കാണ് ഈ ഒരു ലേസ് ഫാബ്രിക്. നല്ല ഡിമാൻഡുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ തയ്ച്ചെടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ട് വർക്ക് വരുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കൂടുതലാണ്. ഇതെപ്പോൾ വാങ്ങാൻ നോക്കിയാലും ഇതിൻ്റെ റേറ്റ് നല്ല കൂടുതലായിരിക്കും കേട്ടോ. 350 രൂപ മുതലൊക്കെയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസിന് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് ഇതിൻ്റെ റേറ്റ് പോകുന്നത്.
ഈ ഒരു കട്ട് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് പീസ് നല്ല സാറ്റിൻ പോലുള്ള ലൈനിങ് പീസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നെതിളിച്ച് കാണുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈനിങ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക്. അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക് തന്നെയാണ്, എന്നാലും നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോയിൻ ലേസൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു അനാർക്കലി മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു വിചിത്ര സിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ മുതലാണ്. 80, 90, 110 ഈ ഒരു റേറ്റുകളിലൊക്കെ പല ഷോപ്പുകളിലും കണ്ടിട്ടുണ്ട്. നെറ്റ് ഫാബ്രിക് എല്ലാവർക്കും അറിയുന്നൊരു ഫാബ്രിക് ആയിരിക്കും അല്ലേ. പ്ലെയിൻ ആയിട്ടും ഗ്ലിറ്റർ നെറ്റായിട്ടും ബീഡ്സ് നെറ്റ് അതുപോലെ വർക്ക് വരുന്ന മെറ്റീരിയലൊക്കെ ആയിട്ട് നെറ്റിൽ പലവിധം വെറൈറ്റികൾ ഇന്ന് അവൈലബിൾ ആണ്. നെറ്റിൻ്റെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നീലളിച്ച് കാണുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് എന്തായാലും ലൈനിങ് യൂസ് ചെയ്യേണ്ട നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല വർക്ക് വരുന്ന മെറ്റീരിയലുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ ഒരു ക്ലോത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിലും ഇരട്ടി വാങ്ങിക്കണം ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് ആകുമ്പോൾ. അത്രക്കും സോഫ്റ്റ്നെസ്സും കയ്യിലിങ്ങനെ പിടിച്ചാൽ ഇല്ലാത്ത പോലത്തെ അത്രയും നമുക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ അതിൽ നമ്മൾ വർക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നൊരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇതുപോലുള്ള ഫ്രോക്കൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫ്രില്ലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മീറ്റർ ഈ ഒരു ഫാബ്രിക്കിന് ആവശ്യമാണ് കേട്ടോ. ഒരു 10-12 മീറ്റർ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടി വരും. പ്ലെയിൻ നെറ്റിന് നമുക്ക് 40-45 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലിറ്റർ നെറ്റിന് 60 രൂപ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതുപോലുള്ള വർക്ക് നെറ്റിന് നമുക്ക് 250-350 ഈ ഒരു റേറ്റിലൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളൊരു നെറ്റിൽ പാച്ച് വർക്ക് വരുന്ന ഒരു ഡിസൈനാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. നമ്മൾ ഫ്ലവർ ഇങ്ങനെ 3D ആയിട്ട് കാണുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു മെറ്റീരിയലാണ്. ഇതിങ്ങനെ ഈ ഒരു പാച്ച് വർക്ക് ചെയ്തെടുക്കാൻ എന്തായാലും അതിൻ്റെ പിന്നിൽ കുറേ എഫേർട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫ്രോക്കും വലിയവർക്കൊക്കെ ഈ ഒരു ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ ഒരു യോക്കിൻ്റെ ഭാഗമൊക്കെ ചെയ്താൽ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു മീറ്ററിന് 450 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 750 രൂപ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലൈനിങ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഷിഫോണ് നല്ല കുഴഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നീഴ്ച കാണുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. നമ്മൾ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫ്ലോയിലി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഇത് വെച്ചിട്ട് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഷിഫോണിൽ പല വേരിയേഷൻസും ഇതുപോലെ ലിക്വിഡ് ഷിഫോൺ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള മെറ്റീരിയലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഷിഫോണിൻ്റെ മീറ്റർ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 90 രൂപ മുതലാണ് കേട്ടോ പ്ലെയിനിന് വരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഈ ഒരു ഓർഗൻസ ഫാബ്രിക്. അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ്സും സോഫ്റ്റ്നെസ്സും ഉള്ളൊരു മെറ്റീരിയലാണ്. നല്ല ഗ്ലോയി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലെയർ ആയിട്ടൊക്കെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ തൂങ്ങി ഒതുങ്ങി നിൽക്കുന്നൊരു മെറ്റീരിയൽ അല്ല കേട്ടോ. തിക്നെസ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. നല്ല നിഴലിച്ച് കാണുന്നൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ലൈനിങ് അത്യാവശ്യമാണ് കേട്ടോ. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 120 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. ഇതിൻ്റെ പ്ലെയിനും അതുപോലെ ഇതുപോലുള്ള പ്രിൻ്റായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. പ്രിൻ്റഡൊക്കെ കാണാൻ നല്ല ഒരു 3D ലുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഫ്രോക്കും ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ് ഓർഗൻസ. ഡെനിം ഇൻ്റർനാഷണൽ ലുക്ക് തരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഈ ഒരു ഡെനിം യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. ജീൻസായിട്ടും അതുപോലെ തന്നെ ഷർട്ടായിട്ടും ടോപ്പായിട്ടൊക്കെ നമുക്ക് ഷ്രഗായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്താൽ നല്ല ഒരു കാണാൻ ലുക്ക് തരുന്നൊരു മെറ്റീരിയലാണ് ഈ ഒരു ഡെനിം. ഇതുപോലെ വൈറ്റ് കളറൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡെനിമിൻ്റെ കൂടെ. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. ഇതിൽ നമുക്ക് ലൈനിങ് യൂസ് ചെയ്യണമെന്നില്ല. ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 150 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഡെനിമിൽ തന്നെ അത്രയും തിക്നെസ് കുറഞ്ഞ ഡെനിമും ഇപ്പോൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. മൽച്ചന്തേരി എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാബ്രിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മൽച്ചന്തേരി. അതിൽ പ്ലെയിനും വരുന്നുണ്ട്, ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ടും വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കുറച്ച് ഗ്ലേസിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ഒരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് യൂസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. ഇതുപോലെ കുറേ പ്രിൻ്റഡ് ആയിട്ടും ത്രെഡ് വർക്കൊക്കെ ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റൊക്കെ മൽച്ചന്തേരി ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പ്ലെയിനിന് നമുക്ക് 120, 130 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ റേറ്റ് വരുന്നത്. പക്ഷേ ഇത് നമ്മളിതുപോലെ ത്രെഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് വരുമ്പോഴേക്ക് അതിൻ്റെ റേറ്റ് നല്ല റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. 220, 250 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ലൈനിങ് ആവശ്യം വരുന്നൊരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ. അപ്പം നമുക്കിതുപോലെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല അടിപൊളി മെറ്റീരിയലാണ്. മൽ കോട്ടൺ ഈ ഒരു മൽച്ചന്തേരി ആയിട്ട് ചെറിയൊരു സാമ്യമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് കോട്ടണിലാണ് വരുന്നത് എങ്കിലും കുറച്ച് ഗ്ലേസിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ കൂടെയാണ് മൽ കോട്ടൺ. നമുക്ക് വെയർ ചെയ്യാനും കംഫർട്ടായിട്ടുള്ളൊരു ക്ലോത്താണ്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസൊക്കെ 250 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്താൽ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാബ്രിക്കാണ് മൽ കോട്ടൺ. ജോർജറ്റ് മെറ്റീരിയൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു മെറ്റീരിയലാണല്ലേ ജോർജറ്റ്. അതിൽ പ്ലെയിനായിട്ട് വരുന്നതുണ്ട്, ഇതുപോലെ ചിക്കൻകാരി വർക്ക് വരുന്നതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനെ വർക്ക് വരുമ്പോഴാണ് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഭംഗി ഒന്നുകൂടി മനസ്സിലാവുക കേട്ടോ. ഇതുപോലെ പ്ലെയിനായിട്ട് വരുന്നതും പ്രിൻ്റായിട്ട് വരുന്നതൊക്കെ ഈ ഒരു ജോർജറ്റിൽ വരുന്നുണ്ട്. ജോർജറ്റിൽ തന്നെ പല വേരിയേഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഫോക്സ് ജോർജറ്റ്, വിസ്കോസ് ജോർജറ്റ്, സിൽക്കി ജോർജറ്റ്, അതുപോലെ തന്നെ ക്രഷ്ഡ് ജോർജറ്റ്, ഇങ്ങനെയൊക്കെ പേരുകളിലൊക്കെ ഈ ഒരു ജോർജറ്റ് നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻസിലൂടെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പ്ലെയിനിൻ്റെ മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 75 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് നമുക്ക് ലൈനിങ് യൂസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ കൂടെയാണ് കേട്ടോ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മൊഡാൽ സിൽക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു മൊഡാൽ സിൽക്ക്. നല്ല പ്രീമിയം ലുക്ക് തരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് കഫ്താന് അതുപോലെ ലോങ് കുർത്തിയൊക്കെ ചെയ്തെടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ഉള്ളൊരു മെറ്റീരിയലാണ്, ഗ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ കൂടെയാണ്. ഇതിന് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തയ്ക്കാനാണ് ഒന്നുകൂടി ഭംഗി കേട്ടോ ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് 450 രൂപയാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് 550, 600 അങ്ങനെ ഒരു റേഞ്ചിൽ വരുന്നൊരു ഫാബ്രിക്കാണ് മീറ്ററിന്. അപ്പോൾ നമ്മളൊരു കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 3 മീറ്ററെങ്കിലും മിനിമം ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു 1500 മുകളിലായിരിക്കും ഫാബ്രിക്കിൻ്റെ റേറ്റ് തന്നെ വരുന്നത്. അപ്പോൾ നല്ല റേറ്റ് വരുന്നൊരു മെറ്റീരിയലാണ്, നല്ല ഒരു പ്രീമിയം ലുക്ക് തരുന്നൊരു മെറ്റീരിയൽ കൂടെയാണ് കേട്ടോ. ഇതുകൊണ്ടുള്ള സാരി ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്കൊരു പ്രീമിയം ലുക്ക് തരുന്നൊരു ഫാബ്രിക് കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. 1500 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 2.25 മീറ്റർ ആയിരിക്കും ഒരു ദുപ്പട്ട ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് വരുന്നൊരു മെറ്റീരിയൽ കൂടിയാണ് ഈ ഒരു മൊഡാൽ സിൽക്ക്. ഇതുപോലെ കുറേ ഫാബ്രിക്കുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് പേര് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ ഫാബ്രിക്കുകൾ ഉണ്ട്. അതുപോലെ തന്നെ ജേഴ്സി, മസ്ലിൻ സിൽക്ക്, അങ്ങനെ കുറേ ഫാബ്രിക്കുകൾ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്കുകളൊക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണല്ലേ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.